കാനഡയിൽ ഉപരിപഠനത്തിനായി പോയ 22 വയസ്സുകാരിയായ ഇന്ത്യൻ വിദ്യാർത്ഥിനി അതിക്രൂരമായി കുത്തേറ്റ് മരിച്ചു. ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലുള്ള ബോർസാദ് സ്വദേശിനിയായ വിധി മേഘയാണ് കാനഡയിലെ നയാഗ്ര മേഖലയിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 4 വർഷമായി കാനഡയിൽ താമസിച്ചു വരികയായിരുന്നു വിധി. മെയ് 15-ന് വിധി താമസ സ്ഥലത്തു നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് പകൽ സമയത്ത് അക്രമി മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ വിധിയെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു. കാനഡയിൽ നിയമപഠനം നടത്തിവരികയായിരുന്ന വിധി സ്വന്തം ചിലവുകൾക്കായി പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്നു. കാനഡയിൽ സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷ നൽകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവർ. കൊള്ളയടിക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണമെന്താണെന്ന് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. മെയ് 16 മുതൽ വിധിയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നിട്ടും ജോലി തിരക്കുകളിലോ പഠന തിരക്കുകളിലോ ആയിരിക്കാമെന്നാണ് ഗുജറാത്തിലുള്ള കുടുംബം കരുതിയിരുന്നത്. ദിവസങ്ങൾക്ക് ശേഷം നയതന്ത്ര ചാനലുകൾ വഴി അധികൃതർ ബന്ധപ്പെട്ടപ്പോഴാണ് മകളുടെ മരണവിവരം കുടുംബം അറിയുന്നത്. വിധിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ. വിദേശത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളുടെ പരമ്പരയിലെ അവസാനത്തെ സംഭവമാണിത്. കഴിഞ്ഞ മാർച്ച് 13-ന് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ മധ്യപ്രദേശ് സ്വദേശിയായ ഗുർകിരത് സിംഗ് മനോച്ച എന്ന മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥിയും സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിരുന്നു. തുടർക്കഥയാകുന്ന ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഉയർത്തുന്നത്.